കൊട്ടാരക്കര നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിലാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥനായ സോണി എസ് കുമാർ അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയത്. സോണിയുടെ അപ്രതീക്ഷിതമായ ഈ വിയോഗം നാടിന്റെ തീരാ നൊമ്പരമായി മാറുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഇളമ്പ സ്വദേശിയായ 36-കാരൻ സോണി ഇന്ന് പുലർച്ചെയോടെയാണ് കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറിന്റെ കൈവരി തകർന്നു വീണ് മരിക്കുന്നത്. 80 അടിയോളം താഴ്ചയുള്ള കിണറിന്റെ കൈവരി ഇടിഞ്ഞാണ് അപകടമുണ്ടായത്. ഇളമ്പ ഹൈസ്കൂളിന് സമീപം ഹൃദ്യയിൽ ശ്രീകുമാർ ലളിത ദമ്പതികളുടെ മൂത്ത മകനായ സോണി എസ് കുമാർ 2016 ജനുവരിയിലാണ് അഗ്നിശമന സേനയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. ആദ്യ നിയമനം എറണാകുളം ഏലൂരിലായിരുന്നു. ഇപ്പോൾ കൊട്ടാരക്കരയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. സോണിയുടെ ഭാര്യ അശ്വതി നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപികയാണ്. 2 വയസ്സുകാരിയായ ഹൃദ്യയാണ് സോണിയുടെ മകൾ. സഹോദരി സിമി ജോലി സ്ഥലമായ UK-യിലേക്ക് ഇന്ന് വൈകുന്നേരം പോകാനിരിക്കവെയാണ് നാടിനെ നടുക്കിയ ദുരന്ത വാർത്ത എത്തുന്നത്. ശാന്ത സ്വഭാവമുള്ള സോണി നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു സോണി. ഗ്രന്ഥശാലയിലെ PSC പഠന കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു അദ്ദേഹം. നാട്ടിലെ യുവാക്കളെ സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഗ്രന്ഥശാലയിൽ പഠിച്ച് നിരവധി യുവാക്കളാണ് സർക്കാർ ജോലി കരസ്ഥമാക്കിയത്. അതിലെല്ലാം സോണിയുടെ പങ്ക് വളരെ വലുതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 വർഷം മുൻപായിരുന്നു സോണി പുതിയ വീട് വെച്ചത്. ഇപ്പോൾ അപ്രതീക്ഷിതമായാണ് നാടിന്റെ പ്രിയപ്പെട്ട സോണിയെ മരണം കവർന്നെടുത്തത്. സോണിയുടെ മൃതദേഹം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഇളമ്പയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് വീട്ടുവളപ്പിൽ തന്നെ സംസ്കാരവും നടത്തും.